സേവനസന്നദ്ധിയായി തെരുവിലേക്കിറങ്ങുമ്പോൾ മധ്യവയസ്കിയായ സന്യാസിയുടെ കൈവശമുണ്ടായിരുന്നത് വെറും $2 സ്ഥിരമായൊരു വരുമാനമോ താമസിക്കാൻ ഇടമോ അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രദേശത്തേക്ക് തന്നെ കൊണ്ടുവന്ന ദൈവത്തിൽ അവർക്ക് ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം തന്നെ വിളിച്ചുവെങ്കിൽ വേലയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ആ നല്ല യജമാനൻ വഴിയെ ഒരുക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റിയില്ല. 80 സ്കൂളുകളുടെയും 70 കുഷ്ഠരോഗ ആശുപത്രികളുടെയും 30 വൃദ്ധസദനങ്ങളുടെയും 44,000-ത്തിലധികം വരുന്ന ശുശ്രൂഷകരുടെയും മേൽനോട്ടക്കാരിയായ മദർ തെരേസയായി ദൈവം അവരെ നിയമിച്ചു. 5 അപ്പവും 2 മീനും എന്ന പോലെ $2 നിശ്ചയദാർഢ്യമുള്ളൊരു മനസ്സും അവർ ദൈവത്തിനു മുൻപിൽ സമർപ്പിച്ചു. ദൈവത്താൽ അനുഗ്രഹീതമായ ആ മൂലധനമാണിന്ന് 10,000ങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമാവുന്നത്. അവിടുത്തെ ഇഷ്ടം നിറവേറാനായി പൂർണ്ണമായി ഒരുക്കിയ മനസ്സാണ് ദൈവത്തിനായി നമുക്ക് നൽകാനാകാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം. കല്ലും കലർപ്പും നീക്കി മെനയാൻ പാകമായ കളിമണ്ണായി നമുക്ക് സ്വർഗീയ കരങ്ങളുടെ സ്പർശനത്തിനായി ഒരുങ്ങാം. ഓരോ ജീവിതവും ആ കരങ്ങൾ ഒരുക്കുന്ന മനോഹരമായ പൂപാത്രങ്ങളായി തീരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിശുദ്ധിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ മദർ തെരേസയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ, സങ്കടങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ദരിദ്രനായി ജനിച്ച യേശുവേ, അങ്ങയെ അനുപദം പിന്തുടർന്നുകൊണ്ട് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് കൽക്കട്ടയിലെ തെരുവീഥികളിലേക്ക് കടന്നു വരുവാൻ മദർ തെരേസയ്ക്ക് പ്രചോദനം കൊടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ എളിയവരിൽ ഒരാൾക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം അനുസരിച്ച് അഗതികളും ആലംബഹീനരുമായവരെ സംരക്ഷിച്ച മദർ തെരേസയെ പോലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂലം വിഷമിക്കുന്നവരും ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്നവരുമായ എല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ സായാഹ്നത്തിൽ നമുക്ക് അമ്മയോട് മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാം. നാളുകളായിട്ടും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത നിങ്ങളുടെ ആ നിയോഗം അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. മദർ തെരേസ വഴി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.